ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വെരി ഫസ്റ്റ് വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ലണ്ടനിലെ കുറച്ച് മസ്റ്റ് ട്രൈ ഫുഡ്സാണ് ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ 7 ടൈൽസ് മാർക്കറ്റിലേക്കാണ് പോയത്. ഇതൊരു ചെറിയ ഫുഡ് കോർട്ടാണ്. ഇവിടെ കുറേ ഈറ്ററീസും കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ള ഒരു ചെറിയ ഫുഡ് കോർട്ടാണ്. ഫസ്റ്റ് ഞങ്ങളിതിൽ ലിറ്റിൽ പുഡിംഗ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് വൈറലായ പിസ്താഷ്യോ ഹോട്ട് പുഡിംഗ് ആണ് ഞങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത്. അത് കയ്യിൽ കിട്ടിയതേ ഓർമ്മയുള്ളൂ. വിത്തിൻ സെക്കൻഡ്സ് അത് തീർന്നു പോയി. അത്ര അധികം ടേസ്റ്റി, അത്ര അധികം അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിലിരിക്കുന്നുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീണ്ടും അവിടെ ചെന്ന് വേറൊരു ഫ്ലേവറും കൂടെ ട്രൈ ചെയ്തായിരുന്നു. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രയും അഡിക്റ്റഡ് ആവുന്നൊരു സാധനം തന്നെയാണ്. നെക്സ്റ്റ് ഞങ്ങൾ ലെറ്റോ കഫേയിലേക്കാണ് പോയത്. ലണ്ടനിൽ എത്തിയപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പേസ്ട്രീസ്, മൂസ്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയിട്ടുള്ള മിൽക്ക് കേക്ക് കഴിക്കാനാണ് പോയത്. അതിൻ്റെ പേരാണ് ഡൂൾസേ ഡേ ലഷെ. 2 ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ വാനില ഫ്ലേവറാണ് ട്രൈ ചെയ്തത്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. വായിൽ വെച്ച് അലിഞ്ഞു പോവും. വൺ ഓഫ് ദ ബെസ്റ്റ് കേക്ക്സ് ഐ ഹാവ് എവർ ട്രൈഡ്. ഇപ്പോൾ ലഞ്ചിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ജാക്ക് ഹോൺ, അവിടെ ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ലണ്ടനിൽ ഫേമസ് ആയിട്ടുള്ള പൈ ഉണ്ട്. അപ്പോൾ അതൊരു മസ്റ്റ് ട്രൈ ആണത് പൈ. അപ്പോൾ അതിലൊരു സ്പെഷ്യൽ ബീഫ് പൈ ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ റിസർവ് ചെയ്തത്. അപ്പോൾ ഉള്ളിൽ പോയിട്ട് കാണാം. ഓക്കെ. ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പബ്ബാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ബേസിക്കലി എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഉള്ളതുകൊണ്ട് മെനു നോക്കി ഒട്ടും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പൈ എത്തിയിട്ടുണ്ട്. ഇത് ബോൺ മാരോ, ഇത് മാഷ്ഡ് പൊട്ടാറ്റോ, ഇതാണ് നമ്മുടെ മെയിൻ ബീഫ് പൈ വിത്ത് പഫ് പേസ്ട്രിയാണ് മുകളിൽ. ഇത് കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു. ഇത് കഴിഞ്ഞിരിക്കുന്ന കാരണം അവർക്കൊന്നും അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് വൈൻ സോസ് അഗൈൻ അനദർ ബോൺ മാരോ. പിന്നെ കുറച്ച് ക്യാബേജും ഉണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഈ ബീഫ് പൈ ഒരു സ്പെഷ്യൽ ആൻഡ് ഒരു ഡിഫറെൻറ്റ് ഫുഡായിരുന്നു. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതെന്തായാലും ലണ്ടനിൽ വരുമ്പോൾ കഴിക്കേണ്ട ഒരു ഫുഡ് തന്നെയാണ് ആക്ച്വലി. അങ്ങനെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വേറൊരു വൈറൽ ഡെസേർട്ടാണ്, ഹംബിൾ ക്രംബിൾ. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എന്ത് വേണമെങ്കിലും മാച്ച് ചെയ്തെടുക്കാം. എന്ത് ടോപ്പിങ്സ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർഡർ ചെയ്തത് ക്രംബ്ലി എന്ന് പറയുന്ന ഒരു ഇതാണ്. വിത്ത് ആപ്പിൾ പൈ ടോപ്പിംഗ് ആണ് ഓർഡർ ചെയ്തത്. ഇത് ഓർഡർ ഉള്ളിൽ പോയി നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ നല്ല തിരക്കുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങളുടെ ടേൺ വന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ദാ വരുന്നു നമ്മുടെ ഹംബിൾ ക്രംബിൾ നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് കഴിച്ചു. ഇറ്റ് വാസ് ഓക്കെ. അത് നമുക്ക് കഴിക്കാം. 1 ടൈം ട്രൈ ആണ്. പക്ഷേ ഞങ്ങൾക്ക് ലിറ്റിൽ പുഡിംഗ് ആണോ ഹംബിൾ ക്രംബിൾ ആണോ കൂടുതൽ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ അത് ഡെഫിനറ്റ്ലി ലിറ്റിൽ പുഡിംഗ് ആണ്. ബട്ട് ദിസ് ഈസ് വർത്ത് എ ട്രൈ. അങ്ങനെ അടുത്തതായിട്ട് ഞങ്ങൾ ലണ്ടനിലെ ഫേമസ് ബൊറോ മാർക്കറ്റിലേക്കാണ് പോയത്. ഇവിടെ ഒത്തിരി ഫുഡ് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഒത്തിരി ഏത് ഓപ്ഷൻ ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഡെസേർട്ട് ആണെങ്കിലും പേസ്ട്രീസ് ആണെങ്കിലും ഫിഷ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്.
അങ്ങനെ ഞങ്ങളൊരു ചെറിയ കടയിൽ കുറേ ചോക്ലേറ്റ് ഫഡ്ജസൊക്കെ കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. അപ്പം മെയിൻലി ഇവിടെ പോയത് വൈറലായിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ബേസിക്കലി കുറച്ച് സ്ട്രോബെറീസ് അതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ഇട്ട് തരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഭയങ്കര വേർത്ത് ഹൈപ്പായിട്ട് തോന്നിയില്ല. ജസ്റ്റ് വൺ ടൈം കഴിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഈ ലണ്ടൻ ഫുഡ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വ്ലോഗിലൂടെ കാണാം.